ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ കുറേ നാളുകളായി കണ്ടിട്ട്. ഒരു 3 മാസത്തോളം നമ്മൾ ഒന്നും പോസ്റ്റ് ചെയ്തിരുന്നില്ല. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ് അത് സാധിക്കാഞ്ഞത്. ഇപ്പോൾ ദാ ന്യൂ ഇയർ എത്തിക്കഴിഞ്ഞു, ക്രിസ്മസ് ആയി. ഈ പ്രാവശ്യം ഒരു പ്ലം കേക്ക് ആണ് എൻ്റെ പുതിയ റെസിപ്പി. അത് വെച്ച് നമുക്ക് വീണ്ടും ചാനൽ തുടങ്ങാം. അപ്പോൾ എങ്ങനെയാണ് കേക്ക് ഉണ്ടാകുന്നത് നോക്കാം. ആദ്യമായി ഒരു ബൗളെടുത്ത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്യാൻ നോക്കാം. അതിലേക്ക് ഞാൻ തയ്യാറാക്കിയ ഹോം മെയ്ഡായ ടൂട്ടി ഫ്രൂട്ട്സ് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈന്തപ്പഴം ചെറുതായി അരിഞ്ഞ് സോക്ക് ചെയ്തത്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സായ കറുത്ത മുന്തിരിയും കാഷ്യൂ നട്ട്സ് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസിലാണ് ഞാനിത് മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഡ്രൈ ഫ്രൂട്ട്സും ചേർക്കാം. ബദാം, അതുപോലെ കാഷ്യൂ നട്ട്, അങ്ങനെ എല്ലാം. അങ്ങനെ അത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ടയെടുത്ത് വിസ്ക് ഉപയോഗിച്ച് ഒന്ന് പതപ്പിക്കുക. നന്നായി ഇളക്കി പത വരുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം പതഞ്ഞു വരുന്ന സമയത്ത് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാരയും മുട്ടയും നന്നായി യോജിച്ച് വരുന്നത് വരെ വിസ്ക് ഉപയോഗിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി അത് പതഞ്ഞു വരുന്ന സമയത്ത് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ പഞ്ചസാര കാരമലൈസ് ചെയ്തത് ചേർത്ത് നന്നായി ഈ മുട്ടയിലും പഞ്ചസാരയിലും ഇളക്കി യോജിപ്പിച്ച് എല്ലാ ഭാഗത്തും യോജിക്കുന്ന രീതിയിൽ നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതിനായി 1.5 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്ത് നല്ലവണ്ണം ഇടഞ്ഞ് യോജിപ്പിക്കുക. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം നമുക്ക് ഈ പ്ലം കേക്കിൻ്റെ ഒരു പ്രത്യേകമായ ഒരു പൊടിയുണ്ട്. ഈ പട്ട, ഗ്രാമ്പൂ, അതുപോലെ പെരിഞ്ചീരകം, ജാതിക്ക, ഇതെല്ലാം ചേർത്ത് പൊടിച്ച പൊടിയാണ്. അതൊരു 1 ടീസ്പൂൺ ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ പൊടിയാണ് പ്ലം കേക്കിൻ്റെ പ്രത്യേകത. അതിൻ്റെ സ്മെല്ലൊക്കെ വരുന്നത് അതിൽ നിന്നാണ്. ഇത് നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് യോജിപ്പിക്കുക. പിന്നെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒരുവിധം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് ഇളക്കി കൊടുക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് എത്രയും ഇടുന്നോ അത്രയും നല്ലതാണ്. അത് ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായി ഒന്ന് യോജിപ്പിക്കുക. അതിനുശേഷം സ്പാച്ചുല ഉപയോഗിച്ച് ഒരേ ഡയറക്ഷനിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി. ഇനി സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് അടച്ചു വെച്ച് 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ഇതേ സമയം ഒരു കേക്ക് ടിന്നെടുത്ത് നമുക്ക് ബട്ടറോ നെയ്യോ പുരട്ടി ബട്ടർ പേപ്പർ വെച്ച് അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണം, എയർ ബബിൾസ് ഒന്ന് പോകാൻ വേണ്ടി. അതിനുശേഷം പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന പാനിലേക്ക് ഇറക്കി വയ്ക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ വെച്ച് അലങ്കരിക്കാം. അങ്ങനെ അടച്ചു വെച്ച് ഒരു 45 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ബേക്ക് ചെയ്യണം.
ഇപ്പോൾ 45 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കി. നമ്മൾ ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കേക്ക് വളരെ ഭംഗിയായി സ്പോഞ്ചി ആയി വന്നിട്ടുണ്ട്. ഇത് ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പം നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് തയ്യാറായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. ഇനിയും നമ്മൾ പുതിയ വിഭവങ്ങളായി വീണ്ടും ചാനലിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻസ് ഇടാനും മടിക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. ഹാപ്പി ക്രിസ്മസ്.